എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം കാനഡയിൽ നിന്ന് വന്നതാണേ. കാനഡയിൽ നിന്ന് ഇതിനു മുമ്പേ അയച്ചു തന്നിരുന്നു ഈ സഹോദരി. അപ്പം നമ്മൾ സന്തോഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ ഭഗവാനെ സ്നേഹിക്കുന്നവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. അവർ നമ്മൾ നാട്ടിലിരുന്ന് സ്നേഹിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവർ സ്നേഹിക്കുന്നുണ്ടാവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരെയാവുമ്പോൾ അവർക്കൊരാശ്രയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, നമുക്ക് 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറി ബസ്സിൽ കയറിയാൽ ഗുരുവായൂരിലെത്തി ഭഗവാനെ കാണാനും നിർമ്മാല്യം തൊഴാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രയും ദൂരെയുള്ളവർക്ക് അതൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവിടെ അവർ അങ്ങനെ ഒരു അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വന്നൊരു അനുഭവം നല്ല സുഖമായിട്ടുള്ളൊരു അനുഭവമാണ്, കേൾക്കാം. ഹരി ഓം. ശ്രീകാന്ത് സാർ, കാനഡയിൽ നിന്ന് ബബിതയാണേ. ത്രിമധുരം ഗ്രൂപ്പിൽ മെമ്പറാണ്. മുന്നേ ഞാൻ അയച്ച ഒരു അനുഭവം സാർ വായിച്ചിരുന്നു. കണ്ണൻ വീണ്ടും ഒരു കൃഷ്ണാനുഭവം കൂടെ തന്നുട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് കഴിഞ്ഞ സൺഡേ ഇവിടെയുള്ള ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ പോയിരുന്നു. സൺഡേയിൽ എപ്പോഴും അന്നപ്രസാദം ഉണ്ടാവട്ടോ. അമ്പലത്തിൽ തന്നെ വളണ്ടിയർ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കൂടെ ഉണ്ടാക്കുന്നതാണ്. ആരും ടെമ്പിൾ സ്റ്റാഫ് ഒന്നും അല്ലാട്ടോ. എല്ലാവരും സമയം മനസ്സറിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നതാണ്. കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അവർ പ്രസാദം ബോക്സിലാക്കി അമ്പലത്തിൻ്റെ ഒരു ഡോറിന് പുറത്ത് ടേബിളിൽ വെക്കും. അധികവും ലെമൺ റൈസ് ആണ് കേട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ എപ്പോഴും എത്തുമ്പോഴേക്കും കഴിയും അന്നപ്രസാദം. അതുകൊണ്ട് മുന്നേ 1-2 വട്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പതിവിലും നേരത്തെ അവിടെ എത്തി. അമ്പലത്തിൽ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അന്നപ്രസാദം ബോക്സ് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞു, കണ്ണാ, ഞാൻ തൊഴുത് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ബോക്സ് എനിക്ക് മാറ്റി വെക്കണേന്ന്. എനിക്ക് കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത് കേട്ടോ, അതും ഞാൻ മനസ്സിൽ പറഞ്ഞു. അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോൾ പരിചയമുള്ള ഒരു ചേച്ചിയെ കണ്ടുട്ടോ. അവരോട് ഒരു ഹായ് കാണിച്ചു. വേഗം തൊഴാൻ പോയിട്ടോ. അപ്പോഴേക്കും നട തുറന്നു. വീണ്ടും വരാൻ സാധിച്ചതിന് കണ്ണനോട് താങ്ക് യു പറഞ്ഞു ആദ്യം തന്നെ. പിന്നെ ഒരിക്കൽ കൂടി പറഞ്ഞു കണ്ണനോട്, കണ്ണാ, ഒരു ബോക്സ് പ്രസാദം എനിക്കും ബാക്കി വെക്കണേ എന്ന്. ഒരു ഉറപ്പില്ലായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കുമ്പോഴും. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ണൻ കേട്ടിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിച്ചു. പ്രദക്ഷിണം വെച്ച് വീണ്ടും നടക്കിലെത്തിയപ്പോൾ നേരത്തെ കണ്ട ആ ചേച്ചിയുണ്ട് എൻ്റെ അടുത്തുകൂടി വരുന്നു. മോളെ, വേഗം പുറത്തുപോയി 2 ബോക്സ് പ്രസാദം എടുത്തോളൂ. നല്ല ടേസ്റ്റുള്ള പുഴുക്കാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുക്കളയിൽ ഉണ്ടാക്കിയതാണ് എന്ന്. ഞാൻ വേഗം അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം തീർന്നിരുന്നു. തിരിച്ചു വന്നു ചേച്ചിയോട് പറഞ്ഞു, 1 മിനിറ്റ് നിൽക്കുമോളെ എന്ന് പറഞ്ഞ് ചേച്ചി പോയി. അവർക്ക് എടുത്തു വെച്ച 2 ബോക്സിൽ നിന്നും ഒരു ബോക്സ് എനിക്ക് തന്നു. എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിൽ തോന്നിയില്ല. എന്താ പറയേണ്ടത് ചേച്ചിയോട്. എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടോ. മനസ്സും വീണ്ടും താങ്ക് യു പറഞ്ഞു. ഞാൻ കണ്ണനോടും ആ ചേച്ചിയോടും. ആ ചേച്ചി സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് തന്നത് കേട്ടോ. ചേച്ചി പറഞ്ഞു, പ്രസാദമല്ലേ, എടുത്തോളൂ. നിങ്ങൾ വരുന്നത് കണ്ടപ്പോഴേ ഞാൻ പറയാൻ വിചാരിച്ചതാണ് എന്ന്. ഞാൻ പറഞ്ഞ അവരോട്, ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ കണ്ണൻ എനിക്ക് ഇപ്പോൾ തന്നു എന്ന്. ആ ചേച്ചിക്ക് വേണമെങ്കിൽ അവർക്ക് കിട്ടിയത് കൊണ്ട് വീട്ടിൽ പോകാമായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൻ്റെ നന്മ, എനിക്കുള്ള പ്രസാദം കണ്ണൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. പിന്നെ പറയാതെ വയ്യ. ചേച്ചി പറഞ്ഞപ്പോഴേ നല്ല സ്വാദുള്ള പുഴുക്കായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ നല്ല സ്വാദുള്ള പുഴുക്കായിരുന്നു കേട്ടോ. കണ്ണാ, വീണ്ടും വീണ്ടും ഇതുപോലെ നല്ല അനുഭവങ്ങൾ തന്ന് എപ്പോഴും കൂടെ നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബബിത അന്നപ്രസാദം നോക്കി നിന്നതും തൊഴാൻ പോകുന്നതും ചേച്ചിയോട് ഹായ് പറഞ്ഞതും കിട്ടാതെ തിരിച്ചു പോയതൊക്കെ വാക്കുകളിലൂടെ എഴുതി വന്നപ്പോൾ അത് കണ്ട ഒരു ഫീലില്ലേ അല്ലേ നിങ്ങൾക്കും? ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുകയാണ്. മംഗ്ലീഷിലാണ് എഴുതിയത്. അപ്പം അതുകൊണ്ട് കുറച്ച് സ്ലോ ആയി വായിച്ചു എന്നേ ഉള്ളൂ. എന്തൊരു സുഖമുള്ള അനുഭവമായിരുന്നു. അപ്പം ബബിത 2ാമത്തെ അനുഭവമാണ് അയച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ്ടും വീണ്ടും വായിച്ചവരായിട്ട് എന്നെ വായിക്കുകയാണോ? എന്നെ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടേതും അമ്മമാരുടേതും ഒക്കെയാണ് വായിക്കുന്നത്. ബബിത ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വഴിപാട് മാതിരി അങ്ങനെ ചിലരുണ്ട് ദിവസവും ഓരോ തവണ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടേത് എനിക്ക് വായിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അനുഭവം അയച്ചു തന്നൊരു ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം വായിക്കും. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഉച്ചപൂജാലങ്കാരം ദിവസവും നിങ്ങൾക്ക് കാണാനും അതിൻ്റെ സമാന പദ്ധതികളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. ഹരേ കൃഷ്ണ.